ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തലിൻ്റെ കാലമാണ്. ഒരു വട്ട ചർച്ച പാകിസ്ഥാനിൽ വെച്ച് നടന്നു. ഇപ്പോൾ ഇറാൻ അധികൃതർ ഉന്നയിക്കുന്ന ആരോപണം അത് വലിയൊരു ആരോപണം തന്നെയാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ ഇറാനിലെ ദൗത്യസംഘത്തെ വധിക്കാനുള്ള ശ്രമവും അമേരിക്ക നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് ഇന്നുവരെ കാണാത്ത രീതിയിൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ US പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇവിടെ യുദ്ധത്തിന് വന്നത്. അവസാനം ട്രംപ് തന്നെ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഈ ഹോർമൂസ് കടലിടുക്ക് അടക്കണമെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ സമുദ്രപരിധിയിൽ വരുന്നൊരു സ്ഥലമല്ല, അത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അവിടെ ഒരു കടലിടുക്ക് അടക്കാനും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മുകളിലും ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ പ്രസിഡന്റിന് എന്താണ് അധികാരം എന്ന് മനസ്സിലാവുന്നില്ല. അത് ചിലപ്പോൾ ഒരു ഭ്രാന്തൻ നടപടിയായിട്ട് തന്നെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ക്രിസ്തീയ സഭയുടെ പരമോന്നത നേതാവായിട്ടുള്ള മാർപ്പാപ്പയ്ക്കെതിരെയും ട്രംപ് ഈ രീതിയിൽ അപലപനീയ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അമേരിക്കയാണ്. ട്രംപിനിപ്പോൾ ഇത്തരത്തിൽ അസുഖമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കുകയോ മറ്റോ ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ അഴിച്ചു വിട്ടിട്ട് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുകയല്ല. അതിനു പുറമെ ഇപ്പോൾ വീണ്ടും നെതന്യാഹു ഇനി തുർക്കിക്കും സ്പെയിനുമെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഈ രണ്ട് രാജ്യങ്ങൾ അവർ ആണവശക്തികളായതുകൊണ്ട് മാത്രം ആക്രമണം നടത്തുക, യുദ്ധപ്രഖ്യാപനം നടത്തുക എന്നുള്ളതൊന്നും ലോക ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകളിവില്ലാത്തതാണ്. ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ പോലും ഒന്നാം ലോകമഹായുദ്ധത്തിലുണ്ടാക്കിയിട്ടുള്ള ട്രീറ്റി, ആ ട്രീറ്റിയെ മാനിക്കാതെയാണ്, ആ ട്രീറ്റിയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അതേസമയം ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 40-45 ദിവസമായിട്ടുള്ള ഈ യുദ്ധത്തിൽ അത്തരത്തിലുള്ള യാതൊരു കാര്യവും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ എന്തിനാണ് ആണവ നിർവ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നിരുന്നത്. അതിൽ മൂന്നാം വട്ട ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതും. അതുമാത്രമല്ല, ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനി അടക്കമുള്ള ഇറാൻ്റെ ഏറ്റവും ഉന്നതമായ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തത്. ഇത് ഒരു കാട്ടുനീതി എന്നല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനുശേഷം ഇപ്പോൾ 40 ദിവസം യുദ്ധം നടന്നു. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ ഹോർമൂസ് കടലിടുക്ക് അടക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ട്രംപ് പുലമ്പുന്നത്. ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇപ്പോൾ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ, ബ്രിട്ടൻ അടക്കമുള്ള ബ്രിട്ടൻ, ജർമ്മനി, അതുപോലെ തന്നെ ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലനി വളരെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപിനെ വിമർശിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ മൊത്തമായിട്ട് ഇപ്പോൾ കാടൻ നടപടികളെ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉപരോധം ആരംഭിച്ചതിന് ശേഷവും ചൈനീസ് കപ്പലുകളും മറ്റും അതിലൂടെ നിർബാധം സഞ്ചരിക്കുന്നുമുണ്ട്. ഇനി അത്തരം കപ്പലുകളെ തടയാനുള്ള ശ്രമം ഉണ്ടാവണം, റഷ്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെ കപ്പലുകളെ തടയാനുള്ള ശ്രമം ഉണ്ടാവണം. അത് വലിയൊരു മറ്റൊരു വിനാശകരമായ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഈ അവസ്ഥയിൽ ഇസ്രായേലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെതന്യാഹു ഇപ്പോൾ അയാളുടെ അഴിമതി കേസുകളെ വിചാരണ നേരിടുകയാണ്. അതുപോലെ ട്രംപിനെതിരായിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയങ്ങൾക്കും ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ്സിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തുള്ള ആളുകൾ തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന രണ്ട് വ്യക്തികളുടെ അവരുടെ രാഷ്ട്രീയ ഭാവിയെ മാത്രം ലക്ഷ്യം കണ്ടുള്ള യുദ്ധമാണിതെന്നുള്ളത് ലോകത്തിലെല്ലാവർക്കും തന്നെ ഇന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത്, ഇനി ട്രംപിൻ്റെ നടപടികൾ എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ലോകത്തിൻ്റെ ഭാവി തന്നെ നിൽക്കുന്നത്. കാരണം ചൈനീസ് കപ്പലുകളെയോ റഷ്യൻ കപ്പലുകളെയോ ഹോർമൂസ് കടലിലൂടെ പോകുന്നത് തടയുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് പ്രത്യാക്രമണം നടത്തുമെന്ന് ആ രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത നീക്കം എന്താണെന്നുള്ളത് ലോകത്തിൻ്റെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഉയർത്തുന്നത്.